ഹൃദയസ്പർശിയായ നാട്ടുപാട്ടുകൾ ചേർത്തിണക്കിക്കൊണ്ട് മിന്നാമിനിങ്ങിന്റെ മറ്റൊരു അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം മിന്നാമിനിങ്ങിലേക്ക്. മിന്നാമിനിങ്ങിന്റെ ഈ സംഗീതയാത്ര ഇന്നിവിടെ ആരംഭിക്കുകയാണ്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ നമുക്ക് സ്വാഗതം ചെയ്യാൻ പ്രത്യേകിച്ച് സ്വാഗതത്തിന്റെ ആവശ്യമൊന്നുമില്ല. എങ്കിലും പ്രിയപ്പെട്ട കുപ്പുസ്വാമി സാർ, സ്വാഗതം മിന്നാമിനിങ്ങിലേക്ക്. മഹതി മാം, സ്വാഗതം. നാദർഷിക, ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ജഡ്ജസിനെ നമ്മൾ സ്വാഗതം ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മുടെ ഓർക്കസ്ട്ര, അതുപോലെ തന്നെ ഓഡിയൻസ്, നിങ്ങളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു കൊള്ളട്ടെ മിന്നാമിനിങ്ങിലേക്ക്. അപ്പോൾ മിന്നാമിനിങ്ങിന്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഒരു ആൽബം സോങ് റൗണ്ടിലാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടി ആൽബം സോങ് റൗണ്ടിൽ നല്ലൊരു ഗാനവുമായി എത്തുന്നത് സ്വാതിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാതിയെ. സ്വാതി, നമ്മള് രണ്ടും ബ്ലൂ ആണല്ലോ. അതെ, സെയിം പിഞ്ച്. എനിക്ക് സ്വീറ്റ് തരണം ഇത് കഴിഞ്ഞിട്ട്. തരോ? അപ്പൊ ഇന്ന് ആൽബം സോങ് റൗണ്ട് ആണ്. ഏത് പാട്ടാ പാടുന്നത്? പള്ളിക്കലപ്പന്റെ മോളെ ആണ്. അപ്പം എന്തായാലും നന്നായിട്ട് പാടുക, നന്നായിട്ട് പാടാൻ പറ്റും കേട്ടോ. ഓക്കെ. അത്തിന്തോ തിന്താരോ തക തിന്തക താരോ തക ദിമിതാര 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 വള്ളിക്കലപ്പന്റെ മോളെ കൊച്ചരിക്കാളി തക ദിമിതാര വള്ളിക്കലപ്പന്റെ മോളെ കൊച്ചരിക്കാളി തക ദിമിതാര ചില്ലറ മുടി വല്ലേ അവളെന്നെ മുടിച്ച തക ദിമിതാര ചില്ലറ മുടി വല്ലേ അവളെന്നെ മുടിച്ച തക ദിമിതാര അത്തിന്തോ തിന്താരോ തക തിന്തക താരോ 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 തക ദിമിതാര. കാവും കൊളവും തിടി മുടിച്ച് അള്ളിക്കല കാവും കൊളവും തിടി മുടിച്ച് അള്ളിക്കല കാവിലൊരു മുട് ചുരല് നിന്ന് അള്ളിക്കല കാവിലൊരു മുട് ചുരല് നിന്ന് അച്ചുരല് വെട്ടിപ്പറിച്ചവൾ കൊച്ചരിക്കാളി അച്ചുരല് വെട്ടിപ്പറിച്ചവൾ കൊച്ചരിക്കാളി ദിന്ദാരേ ദിന്ദാരേ ദഗ ദിന്ദഗത്താര ദിന്ദഗത്താര ദിന്ദാരേ ദിന്ദാരേ ദഗ ദിന്ദഗത്താര ദിന്ദഗത്താര പള്ളിക്കല കാവും കുളവും തീണ്ടി മുടിച്ച് ദഗ ദിമിതാര പള്ളിക്കല കാവിലൊരു മുടിച്ചുരൽ നിന്ന് ദഗ ദിമിതാര അച്ചുരല് വെട്ടിപ്പറിച്ചവൾ കൊച്ചരിക്കാളി ദഗ ദിമിതാര അച്ചുരല് വെട്ടിപ്പറിച്ചവൾ കൊച്ചരിക്കാളി ദഗ ദിമിതാര പള്ളിക്കല പന്റെ മോളെ കൊച്ച
കാളിതകതിമിതാര വള്ളിക്കേലപ്പന്റെ മോളെ കൊച്ചരി കാളിതകതിമിതാര ചില്ലറ മുടി വല്ലേ അവൾ എന്നെ മുടിച്ചതകതിമിതാര ചില്ലറ മുടി വല്ലേ അവൾ എന്നെ മുടിച്ചതകതിമിതാര അതിന്തോ ദിന്ദാരോ ദഗ ദിന്ദഗതാരോ ദഗതിമിതാര 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 മൂവണ്ടനരിവട ചുറ്റവളൊന്നു കളഞ്ഞേ മൂവണ്ടനരിവട ചുറ്റവളൊന്നു കളഞ്ഞേ വെട്ടിത്തയിക്കാമുണ്ടവളഞ്ചു കളഞ്ഞേ വെട്ടിത്തയിക്കാമുണ്ടവളഞ്ചു കളഞ്ഞേ ഒറ്റക്കാലം പാറ കലമൊന്നു മൂടിച്ചേ ഒറ്റക്കാലം പാറ കലമൊന്നു മൂടിച്ചേ ദിന്ദാരേ ദിന്ദാരേ ദഗ ദിന്ദഗതാര ദിന്ദഗതാര ദിന്ദാരേ ദിന്ദാരേ ദഗ ദിന്ദഗതാര ദിന്ദഗതാര മൂവണ്ടനരിവട ചുറ്റവളൊന്നു കളഞ്ഞി ദഗതിമിതാര വെട്ടിത്തയിക്കാമുണ്ടവളഞ്ചു കളഞ്ഞി ദഗതിമിതാര ഒറ്റക്കാലം പാറ കലമൊന്നു മൂടിച്ച് ദഗതിമിതാര ഒറ്റക്കാലം പാറ കലമൊന്നു മൂടിച്ച് ദഗതിമിതാര വള്ളിക്കേലപ്പന്റെ മോളെ കൊച്ചരി കാളിതകതിമിതാര വള്ളിക്കേലപ്പന്റെ മോളെ കൊച്ചരി കാളിതകതിമിതാര ചില്ലറ മുടി വല്ലേ അവൾ എന്നെ മുടിച്ച് ദഗതിമിതാര ചില്ലറ മുടി വല്ലേ അവൾ എന്നെ മുടിച്ച് ദഗതിമിതാര അതിന്തോ ദിന്ദാരോ ദഗ ദിന്ദഗതാരോ 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 ദഗതിമിതാര. സ്വാതി എങ്ങനെ പാടി? നന്നായിട്ട് പാടിയെന്ന് തോന്നുന്നു. തോന്നുന്നു. ഞങ്ങളൊക്കെ നന്നായിട്ട് എന്തായാലും ആസ്വദിച്ചു. കാരണം ഇതിന്റെ വരികളും അതുപോലെ സംഗീതവും മനോഹരമായിരുന്നു. നല്ലൊരു പാട്ട്. നാടൻ പാട്ടിന്റെ കുലപതി CJ കുട്ടപ്പൻ സാറിന്റെ പാട്ടാണ് അല്ലെ? ഈ പാട്ടിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. എന്താണെന്നറിയാമോ? പറഞ്ഞോളൂ. ഇവിടെ ഈ പാട്ട് ആദ്യമായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നത് കൈരളി ചാനലാണ്. അപ്പം എന്തായാലും മിന്നാമിനിങ്ങിലൂടെ ഈ പാട്ട് ഒന്നുകൂടി കേൾക്കുമ്പം കൂടുതൽ ഹൃദ്യമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ അത് ഹൃദ്യമായിരുന്നു എന്ന് ജഡ്ജസിനോടാണ് നമ്മൾ ചോദിക്കേണ്ടത്. കുപ്പസ്വാമി സാർ, நீங்க வந்து தன்னன 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 தந்தான தன்னன தந்தன அதை அப்புறம் பாடுங்க. இது ஃபினிஷிங் நான் தரும். അത്തിന്തോ തിന്താരോ ദഗ തിന്ദഗതാരോ ദഗതിമിതാര 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 தன்னானே അത്തിന്തോ തിന്താരോ ദഗ തിന്ദഗതാരോ ദഗതിമിതാര 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 അത്തിന്തോ തിന്താരോ ദഗ തിന്ദഗതാരോ ദഗതിമിതാര. ரொம்ப அற்புதம். அதை இன்னைக்கு எடுப்பே ரொம்ப பிரமாதமா இருக்கு. கலகடிச்சு
ரொம்ப அருமையா இருந்தது. அந்த அப்படியே கிராமத்துல போய் அந்த மக்களோட மக்களை உட்கார்ந்து அப்படியே நம்மளும் பாடுறது போல ஒரு ஃபீலிங்க அந்த பாட்டு கொண்டு வந்துச்சு. இது ஒரு பெரிய அதிசயம் என்ன, நான் முதல் பாடின நாடன் பாட்டு டிவியில தூர்தர்ஷன்ல, சென்னையில தூர்தர்ஷன்ல முத பாடின நாடன் பாட்டுகள் ஈமெட்டில் தான் நான் பாடி. அந்த பாட்டு காப்பு கேட ஓரத்தில புள்ள காப்பு வாங்குற அம்மா கண்ணு, காப்பு வாங்கி தரேன் புள்ளன சீக்கிரம்மா விட்ட வயன், காப்பு கேட ஓரத்தில புள்ள காப்பு வாங்குற அம்மா கண்ணு, காப்பு வாங்கி தரேன் புள்ள நீ சீக்கிரம்மா விட்ட வயன், இன்பமுள்ள அம்மா கண்ணு ஒன்ன எங்க கண்டு தடுவேனோ, இன்பமுள்ள அம்மா கண்ணு ஒன்ன எங்க கண்டு தேடுவேனோ. இப்படி பாடினதான் முதல் பாட்டு நான் பாடினேன். அந்த நினைவு எனக்கு இப்போ வந்தது. ரொம்ப நல்லா பாடினீங்க, பிரமாதம், சூப்பர். താങ്ക് യു സർ. മഗതി മാം, നല്ലൊരു പാട്ടായിരുന്നു. നൈസ് സെലക്ഷൻ ഓഫ് സോങ് ആൻഡ് സ്വാതി നന്നായും പാടി. സ്വാതിക്ക് ഒരേ ഒരു സ്ഥലത്ത് മാത്രം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആ ചോട്ടിലത്തെ സാ ആൻഡ് മുകളിലത്തെ സാ ഒന്ന് ജമ്പ് ചെയ്യണം, അത് മാത്രം സ്വാതിക്ക് പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് അതർവൈസ് യു വെരി കംഫർട്ടബിൾ ആൻഡ് നൈസ് ഗ്രൂവ് ഓൾസോ. എനിക്ക് അതേ ശ്രുതി തരൂ. ദർ ഇസ് വൺ ഭാരതിയാർ സോങ്. செந்தமிழ்நாடேனும் போதினிலே இன்பத்தேன் வந்து பாயுது காதினிலே, செந்தமிழ்நாடேனும் போதினிலே இன்பத்தேன் வந்து பாயுது காதினிலே, எங்கள் தந்தையர் நாடென்ற பேச்சினிலே ஒரு சக்தி பிறக்குது மூச்சினிலே, செந்தமிழ்நாடேனும் போதினிலே இன்பத்தேன் வந்து பாயுது காதினிலே, எங்கள் தந்தையர் நாடென்ற பேச்சினிலே ஒரு சக்தி பிறக்குது மூச்சினிலே. This is a ഗുമ്മി പാട്ട് ബേസിക്കലി. ഇതേപോലെ ഫിലിമിലും ഹാരിസ് ജയരാജ് സാർ ഒരു പടത്തിൽ ഇങ്ങനെ ഒരു പാട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ജിന ചേട്ടാ സെയിം റിതം. Song in the same tune. Very bright opening we had, and സാറിൻ്റെ ഒരു ട്യൂണും കൂടി കേട്ടു. സാർ ഫസ്റ്റ് പാടിയ ഒരു ട്യൂൺ. സോ വണ്ടർഫുൾ സ്വാതി, ഫോർ എ ഗുഡ് ബ്രൈറ്റ് സ്റ്റാർട്ട് ഫോർ ദി എപ്പിസോഡ്. കീപ് ഇറ്റ് അപ്പ് ആൻഡ് ഇതേപോലെ തന്നെ ത്രോട്ട് സൂക്ഷിക്കുക. താങ്ക് യു മാം. നാദർഷിക. സ്വാതി നന്നായിരുന്നു കേട്ടോ, നന്നായിരുന്നു. എനിക്ക് സ്വാതിയുടെ ശബ്ദം കേട്ട്, സ്വാതി പാടുന്ന കേട്ടപ്പോൾ പണ്ട് കൽപ്പന ചേച്ചിയുടെ പാട്ടുകൾക്ക്, കൽപ്പന ചേച്ചി സ്റ്റേജുകളിൽ പാടുമായിരുന്നു. ചില കൽപ്പന ചേച്ചി പാട്ട് പാടുമ്പോഴുള്ള ഒരു ശബ്ദമുണ്ട് സ്വാതിക്ക്. ഒരു രണ്ടൊരു വെറുതെ ചുമ്മാ പാടി, മറ്റേ നേരത്തെ പാടി തീർത്ത പാട്ടിന് പാടി. ഇപ്പൊ പാടി തന്നെ. പള്ളിക്കലപ്പന്റെ മോളെ കൊച്ചരിക്കാളി തകതിമിതാരാ, പള്ളിക്കലപ്പന്റെ മോളെ കൊച്ചരിക്കാളി തകതിമിതാരാ. ഇപ്പൊ അത് പറഞ്ഞിട്ട് കേട്ട് കഴിഞ്ഞപ്പോ ഒരു സാമ്യം തോന്നുന്നുണ്ടോ? ചേച്ചി ഇങ്ങനെ സ്റ്റേജിൽ പാട്ട് പാടാൻ നേരത്ത് ചേച്ചിയുടെ ശബ്ദം ഇങ്ങനെയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ സ്വാതി പാടിയപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായി ആ ഒരു ശബ്ദം. ഇന്ന് നന്നായിട്ട് പാടി, നല്ല രസമുണ്ടായിരുന്നു, നല്ല ഓപ്പണിംഗ് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സ്വാതി, ജഡ്ജസ് എല്ലാം നല്ല കമന്റ്സാണ് പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വോയിസ് ക്രാക്കും ഒക്കെ മാറ്റി അവിടുന്ന് കൺട്രോൾ ചെയ്താൽ നന്നായിട്ട് പാടാൻ പറ്റി എന്നുള്ളതാണ് ജഡ്ജസിന്റെ കമന്റ്സ്. അത് മാർക്സിൽ എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. കുപ്പുസ്വാമി സർ, ഔട്ട് ഓഫ് 30 28. താങ്ക് യു സർ. മഗതി മാം 28. താങ്ക് യു.
ഇക്ക സെയിം 28. ഓക്കെ. ഔട്ട് ഓഫ് 90 84 മാർക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. നല്ല മാർക്സ് ആണ്. അപ്പം എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ ഫ്ലോസ് ഒക്കെ മാറ്റി നന്നായിട്ട് പാടാൻ പറ്റിയെന്ന് സ്വാതിക്ക് തോന്നിയില്ലേ? അപ്പൊ ജഡ്ജസ് നല്ല കമന്റ്സ് പറഞ്ഞു. അപ്പൊ അതൊരു ഓവർ കോൺഫിഡൻസ് ആയിട്ട് എടുക്കരുത്. അടുത്ത റൗണ്ടിൽ വരുമ്പോൾ ഇതുപോലെ തന്നെ നന്നായിട്ട് പാടാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. ഇനിയും നമ്മുടെ മിന്നാമിനിങ്ങിൽ അതിമനോഹരമായ പെർഫോമൻസ് നമ്മളെ കാത്തിരിക്കുകയാണ്. അപ്പൊ സ്വാതിയുടെ ഒരു നല്ല പെർഫോമൻസ് കഴിഞ്ഞു. അടുത്ത പെർഫോമൻസ് ആരുടെയാണെന്ന് വെച്ചാൽ ഒരു മെലഡി റൗണ്ടാണ്. മെലഡി റൗണ്ടുമായിട്ട് വരുന്നത് സുരേഷ് പള്ളിപ്പാറയാണ്. നമുക്കറിയാം മെലഡി എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ജീവനാണ്. എത്രയൊക്കെ പാട്ടുകൾ കേട്ടാലും ഒരു മെലഡി സോങ് കേൾക്കുമ്പോൾ നമ്മൾ ആ മനസ്സ് അല്ലെങ്കിൽ ആ ഒരു ചിന്തയൊക്കെ അറിയാതെ അതിന്റെ കൂടെ ഇങ്ങനെ പോകുന്നത് നമ്മൾ പലപ്പോഴും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ മെലഡിയുടെ മാന്ത്രിക സ്പർശം തീർക്കാൻ മിന്നാമിനിങ്ങിന്റെ വേദിയിൽ അടുത്തതായി എത്തുന്നത് സുരേഷ് പള്ളിപ്പാറയാണ്. നമുക്ക് വെൽക്കം ചെയ്യാം സുരേഷിനെ. സുരേഷ്, ഹായ്. മെലഡി റൗണ്ടാണ്. അതെ. ഇപ്പൊ സുരേഷിനെ പറ്റി ഓർക്കുമ്പോൾ നമുക്കൊക്കെ ഓർമ്മ വരുന്ന മുടിയൊക്കെ അഴിച്ചിട്ട് ഇങ്ങനെ സ്റ്റേജിലൊക്കെ നിറഞ്ഞാടുന്നതാണ്. പക്ഷെ മെലഡി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ കുറച്ചും കൂടെ ഒരു കൺട്രോളും ഒക്കെ ആവശ്യമുണ്ട് അതിനകത്ത്. അപ്പൊ ടെൻഷൻ ഉണ്ടോ? ഇല്ല, ടെൻഷന്റെ ഒന്നും ഒരു ആവശ്യമില്ല. കാരണം നമ്മുടെ മിന്നാമിനിങ്ങിന്റെ വേദിയാണ്, നമുക്കെല്ലാം പരിചയമുള്ള ആൾക്കാരാണ്, ഒരു പ്രശ്നമില്ല, നമ്മുടെ പ്രേക്ഷകരാണ്. അപ്പൊ നന്നായിട്ട് പാടുക. എല്ലാവിധ ആശംസകളും. ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. ആശയ്ക്കൊരാശയ്ക്കായി പെണ്ണെ കാണണമെന്നുണ്ട്, രണ്ടു മനസ്സാണു പുന്നരമോളെ എന്റെ ഇണക്കിളിയേ. ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. നിന്നയുറക്കാനായി പെണ്ണെ ചന്ദനക്കട്ടിലുണ്ട്, നിന്നെ കിടത്തി താരാട്ടുപാടി വെള്ളയുറക്കാനായി. ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. കുട്ടനാടിൻ പാടത്ത് പെണ്ണെ കറ്റമെതിക്കാനായി നിന്നെയും കൂടെ കൂട്ടാലോ മോളെ എന്റെ ഇണക്കിളിയേ. ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. കുട്ടനാടിൻ പാടത്ത് പെണ്ണെ കറ്റമെതിക്കാനായി നിന്നെയും കൂടെ കൂട്ടാലോ മോളെ എന്റെ ഇണക്കിളിയേ. ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. പഞ്ചമി ചന്ദ്രന്റെ പെണ്ണെ തുഞ്ചത്തിരുന്നാലും എല്ലാം മറക്കല്ലേ പുന്നാരമോളെ എന്റെ ഇണക്കിളിയേ.
ആടണമെന്നുണ്ട് പെണ്ണെ പാടണമെന്നുണ്ട് രണ്ടു മനസ്സാണു പുന്നരമോളെ എന്റെ ഇണക്കിളിയേ ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ ആടണമെന്നുണ്ട് പെണ്ണെ പാടണമെന്നുണ്ട് രണ്ടു മനസ്സാണു പുന്നരമോളെ എന്റെ ഇണക്കിളിയേ ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ കാണണമെന്നുണ്ട് പെണ്ണെ കാണണമെന്നുണ്ട് രണ്ടു മനസ്സാണു പുന്നരമോളെ എന്റെ ഇണക്കിളിയേ ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദന പൂമയിലേ സുരേഷ്, ശരിക്കും പറഞ്ഞാൽ ഒരു ചന്ദന പൊട്ടിട്ടൊരു പെൺകുട്ടി ഇവിടെ എവിടെയോ കറങ്ങി നടക്കുന്നൊരു ഒരു ഇമാജിനേഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തു. അപ്പൊ ആളെ കാർത്തിക വന്നെങ്കിലും പക്ഷെ വേറെ ഒരു സ്റ്റൈലിലുള്ള ഒരു ലുങ്കിയും ഒരു ബ്ലൗസും ഒരു തോർത്തും ഒക്കെ ഇട്ട് ചന്ദന പൊട്ടൊക്കെ ഇട്ട് ഒരാള് ഞങ്ങളുടെ മുമ്പിൽ വന്ന പോലെ ഉണ്ടായിരുന്നു. ആര് പാടിയ പാട്ടാ ഇത്? പ്രണവ് ശശി സാർ പാടിയതാണ്. പ്രണവ് ശശി. ഓക്കെ, അപ്പം എന്തായാലും എങ്ങനെ പാടി എന്നുള്ളത് ജഡ്ജസ് ആസ്വദിച്ചോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ചോദിക്കാം. നാദർഷക്ക, നന്നായിരുന്നു സുരേഷ്. താങ്ക് യു സർ. എനിക്ക് ഓർമ്മ വന്നത് ശരിക്കും ഞാൻ കളമശ്ശേരി സെന്റ് പോൾസ് കോളേജിൽ പഠിച്ച സമയത്ത് അവിടുത്തെ ക്യാൻറ്റീനിൽ പോയിരുന്നൊരു എൻ്റെ ഒരു സുഹൃത്തുണ്ട്, സ്റ്റാൻലി എന്ന് പറഞ്ഞ ആലുവക്കാരനാണ്. അവനിപ്പോൾ നീണ്ടൂർ SI ആണ്. നീണ്ടൂർ. ഇത് ഞങ്ങളൊന്നും ക്ലാസ്സിൽ കയറുന്നത് വളരെ കുറവാണ്. ഞങ്ങൾക്ക് ഒരു ബാച്ച് ഉണ്ട്. ക്യാൻറ്റീനാണ് ഞങ്ങളുടെ അധ്യാപകരെക്കാൾ കൂടുതൽ അവിടുത്തെ ജോസേട്ടൻ ക്യാൻറ്റീനിലെ ജോസേട്ടനൊക്കെ ആയിട്ടുള്ള ബന്ധം. ആ ക്യാൻറ്റീനിൽ ഇരുന്നിട്ട് ആ എല്ലാവരും കൂടി പാടുന്ന കുറെ പാട്ടുകളുണ്ട്. ഈ ഒരാൾ പാടും, മറ്റുള്ളവർ ഏറ്റുപാടും. അങ്ങനെ ഒരു ഫീലാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരെങ്കിലും പാടുമ്പോൾ കൂടെ ഏറ്റുപാടാൻ പറ്റിയ പാട്ടുകളിലൊന്ന്. വളരെ സിമ്പിളാണ്, വളരെ ക്യാച്ചി ആയിട്ടുള്ള ട്യൂണ്. പിന്നെ ഈ ഒരു രാഗത്തിൽ, മോഹന രാഗത്തിലുള്ള കുറെ പാട്ടുകൾ നമുക്ക് മലയാളത്തിൽ തന്നെ ഉണ്ടായിട്ടും സെയിം ശ്രുതി. കളി വീടുറങ്ങിയല്ലോ കരിമുകിൽ കാട്ടിലേ. അതായത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന കുറെ പാട്ടുകളുണ്ട്. അത് അത്തരത്തിലുള്ള രാഗത്തിലുള്ള പാട്ട് നമ്മൾ ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരുപാട് ഇഷ്ടപ്പെടും. ഇങ്ങനെയുള്ളൊരു ഒരു മെലഡി പാടിയ സമയത്ത് പോലും അതിനൊരു വിഷ്വലി അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സുരേഷിന് സാധിച്ചു. മഹദി മാം, സുരേഷിനെ കൊണ്ട് എന്തൊരു ജോണറും പാടാൻ പറ്റുമെന്ന് തെളിയിച്ചു. ശരിക്കും പറഞ്ഞാൽ നാദർക്ക പറഞ്ഞ പോലെ ഒരു മെലഡിക്ക് ഒരു ഇമ്പാക്റ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫ് ജോബാണ്. ഒരു നല്ല വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു ശരിക്കും. സോ അതിനേറ്റ ഒരു മൂവ്മെന്റ്സും ക്യൂട്ടായിട്ട് സുരേഷ് അത് ഹാൻഡിൽ ചെയ്തു. വെരി നൈസ്ലി ഡൺ. ഓൾ ദി ബെസ്റ്റ് സുരേഷ്. താങ്ക് യു മാം. കുപ്പുസ്വാമി സർ. കൈരളി டிவியிலே மணிச்சட்டன் கானங்கள் பாடி வரும். மின்னா மினுங்கிலே சுரேஷ் மின்னுன்ன பாட்டிதே. கைரளி டிவியிலே மணிச்சட்டன் கானங்கள் பாடி வரும். கைரளி டிவியிலே மணிச்சட்டன் கானங்கள் பாடி வரும். மின்னா மினுங்கிலே சுரேஷும் மின்னுன்ன பாட்டிதே. மோகன ராகமீதே நாடன் பாட்டு மூச்சனை கண்டல்லோ. மோகன ராகமீதே നാടൻ പാട്ട് മൂച്ചനെ കണ്ടല്ലോ. മുത്തറ വന്നല്ലോ, പാട്ടുകൾ ജൊലിക്കുന്ന ജോരല്ലോ.
அருமையாக இருந்தது. இதில் ஒரு விசேஷம் நான் சொல்லணும். இப்போ தமிழ்நாட்டில் நாடன் பாட்டுகள் இருக்கு, ஆனால் மோகன ராகம் இல்லை. இங்கே மட்டும் கேரளாவில் மட்டும்தான் நாடன் பாட்டுகள் மோகன ராகம் இருக்கு. ரொம்ப ஒரு விசேஷம், அது சிறப்பு. குட், ഫൈൻ, നല്ല പാട്ട്. താങ്ക് യു സർ. സുരേഷ്, എല്ലാരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ആദ്യം ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു, വല്ലഭന് പുല്ലും ആയുധം. അപ്പൊ മെലഡി കിട്ടിയാലും അതിനെയും ഗ്രേസ്ഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യാനുള്ള എല്ലാ കഴിവും സുരേഷിനുണ്ടെന്നുള്ളത് ജഡ്ജസും പറഞ്ഞു കഴിഞ്ഞു. അപ്പം എന്തായാലും നന്നായിട്ട് ചെയ്യാം. അപ്പം ഇത് എങ്ങനെയാണ് മാർക്സിൽ വന്നതെന്ന് നമുക്ക് ചോദിക്കാം. നാദർശക, ഔട്ട് ഓഫ് 30? 29. ഓ, മഗധി മാം 28. കുപ്പുസ്വാമി സർ? ഞാനും അതെ, 28. താങ്ക് യു ജഡ്ജസ്. അപ്പൊ സുരേഷ് ഔട്ട് ഓഫ് 90 85 മാർക്സ് കിട്ടി. നല്ല മാർക്സ് ആണ്. ഈ പറഞ്ഞ മാതിരി മെലഡിയും നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് തെളിയിച്ചു. ഇനിയും 2 റൗണ്ട്സ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവിധ ആശംസകളും. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യില്ലേ? ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. അപ്പോൾ സുരേഷിന്റെ അതിമനോഹരമായ ഒരു പെർഫോമൻസ് ആണ് നമ്മളിവിടെ കണ്ടത്. പറഞ്ഞ മാതിരി മെലഡി എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും വളരെ ഇഷ്ടമാണ്. പക്ഷേ ഇനിയും സൂപ്പർ റൗണ്ട്സ് വരാനുണ്ട്. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണെന്ന് അറിയാം. നമുക്കിനി ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. മിന്നാമിനുങ്ങ് പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. അപ്പോൾ സുരേഷിന്റെ നല്ലൊരു മെലോഡിയസ് പെർഫോമൻസ് കഴിഞ്ഞു. അടുത്തതായി വരാൻ പോകുന്ന റൗണ്ട് മണിച്ചേട്ടന്റെ പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റൗണ്ടാണ്. എല്ലാവരും ശരിക്കും പറഞ്ഞാൽ മിന്നാമിനുങ്ങിൽ കാത്തിരിക്കുന്ന ഒരു റൗണ്ട് കൂടിയാണ്. കാരണം മണിച്ചേട്ടന്റെ നാടൻ പാട്ടുകൾ എന്ന് പറയുമ്പോൾ ശരിക്കും എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരുടെയും മനസ്സിൽ സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ട്യൂണായാലും ആ ഒരു വരികളായാലും ഒക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുകയാണ്. ഒരു നാടൻ പാട്ടുകളുടെ ഒരു രാജകുമാരൻ തന്നെയായിരുന്നു അദ്ദേഹം. എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു സ്മരണയ്ക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് നമുക്ക് അടുത്ത മത്സരാർത്ഥിയെ ക്ഷണിക്കാം. കാർത്തികയാണ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. വെൽക്കം കാർത്തിക. കാർത്തിക ചേച്ചി, നൈസ് കോസ്റ്റ്യൂം. എല്ലാ എപ്പിസോഡിലും നല്ല കോസ്റ്റ്യൂമാണ് കാർത്തികയുടെ. ആരാ സെലക്ട് ചെയ്യുന്ന? അമ്മ തന്നെയാണോ അതോ കാർത്തികയാണോ? രണ്ടുപേരൂടി ചേർന്നാണ്. അപ്പോൾ മണിച്ചേട്ടന്റെ ഹിറ്റ് സോങ്സ് റൗണ്ടിലാണ് വന്നിരിക്കുന്നത്. ഏത് പാട്ടാ പാടുന്നത്? കൊച്ചുകുഞ്ഞിന്റെ അച്ഛനത്. കൊച്ചുകുഞ്ഞിന്റെ അച്ഛനോ? അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ, നന്നായിട്ട് പാടും. അപ്പം എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പെർഫോം ചെയ്യാം. താങ്ക് യു. ഓക്കെ. കൊച്ചുകുഞ്ഞിന്റെ അച്ഛനൊരു കച്ച വാങ്ങാൻ പോയി കൊച്ചിയിലെ കൊച്ചലയിൽ തോണി മുങ്ങിപ്പോയി കണ്ടിരുന്ന ചെമ്പരുന്ന് റാഞ്ചിക്കൊണ്ട് പോയി തെക്കുതെക്കൊരു തൈമണലിൽ കൊണ്ടു ചെന്നു വച്ചേ
പിന്നെ ആ കൊതു കുത്തിയില്ല പിന്നെ മാതില കൊതു കടിച്ചില്ല മാതില കൊതു കടിച്ചില്ല. കാർത്തിക, ചേച്ചി സൂപ്പർ പാട്ടായിരുന്നു. താങ്ക് യു. ശരിക്കും ഈ പാട്ടിനകത്ത് ഈ വരികളാണ് ഞാൻ ഓർത്തുകൊണ്ടിരുന്നത്. ഈ വരികൾ എങ്ങനെ ഓർത്ത് വയ്ക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെ കാണാതെ പഠിക്കാൻ പ്രയാസം ഉണ്ടായിരുന്നോ ഈ വരികളൊക്കെ? കുറച്ച് പിന്നെ കൊതുകിനെ കുറിച്ചുള്ള പാട്ടാണ്, കൊതുക് കുത്താൻ വരുന്ന അതൊക്കെ മാത്രം മനസ്സിലായി. ഇടയ്ക്ക് കുറച്ച് സ്പീഡിൽ പോയപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് സ്പീഡ് അവസാനം. ആണല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും ജഡ്ജസിനോട് ചോദിക്കാം എങ്ങനെയാണ് കാർത്തിക പാടിയതെന്നുള്ളത്. കുപ്പുസ്വാമി സാർ. கார்த்திகா இந்த பாட்டு ரொம்ப நல்லா பாடி, நல்ல ஒரு கேட்சிங்கான டியூனு இது. இங்கே பாடும்போது ஒரு பாட்டு எங்கேயோ கேட்டிருக்க அப்படின்னு நினச்சிக்கிட்டே இருக்கேன். இந்த மைக் எடுக்கும்போது தான் ஞாபகம் வருது. அந்த பாட்டு என்னுடைய ஐபேடில் இருக்கு. அதாவது தூக்குனா குருவி கூடு கட்டியிருக்கும். அந்த கூட்டில் அது உட்காந்துருக்கும். அந்த நேரம் பார்த்து மழை பெஞ்சா அது மழை நனையாம குருவி கூட்டுக்குள்ள இருக்கும். ஆனால் ஒரு குரங்கு மரக்கிளையில மழையில நனைஞ்சிட்டு இருக்கும். அப்போ இந்த குருவி சொல்லும், குரங்க உனக்கு கை இருக்குல்ல, நீ ஒரு கூடு கட்டிக்கலாமே என்ன மாதிரி, இல்லை ஒரு வீடு கட்டிக்கலாமேன்னு. ஓ எனக்கே நீ பத்தி சொல்றியா அப்படின்னு குரங்கு ஏறி போய் அந்த தூக்குனா குருவி கூட்டை பிச்சு எறிஞ்சிடும். இதுல இருந்து என்ன தெரியுதுன்னா, நமக்கு ஆகாதவங்கள்ட்ட அட்வைஸ் பண்ணக்கூடாது அப்படிங்கிற ஒரு கருத்துல ஒரு பாட்டு இருக்கு. சபபபபபபபமகரீரி தூக்கணா குருவி ரெண்டு ஆணும் பொண்ணும் கூடி பனை மரமாய் ஓடி நல்ல நாரும் பஞ்சும் தேடி ஒரு கூடு கட்டி இருந்த நபாம் குஞ்சல் ஊஞ்சலாடி. அது மாதிரி இந்த மெட்டுகள் வந்து எப்படியெல்லாம் பரவி எங்கெங்க வரும். அது ரொம்ப நல்லா இருக்கு. இந்த பாட்டு நீங்க பாடின விதம் எல்லாம் ரொம்ப அழகு. താങ്ക് യു സാർ. മഗതി മാം. നല്ല പാട്ടായിരുന്നു, നല്ല ഒരു സോങ് സെലക്ഷൻ. ത്രൂ ഔട്ട് ദ സോങ് കാർത്തികയുടെ എനർജി സൂപ്പർ ആയിരുന്നു. സ്റ്റാർട്ടിങ് ഒരു ചെറിയ എവിടെ തുടങ്ങുക, ആ ബീജിയം കഴിഞ്ഞിട്ട് ഉടനെ എടുക്കണമല്ലോ എന്ന് പറഞ്ഞൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നിട്ട് ത്രൂ ഔട്ട് ദ സോങ് കാർത്തികയുടെ ശ്രുതി ഇത്തിരി മുകളിലോട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ശ്രുതിന്ന് ഇത്തിരി കാർത്തിക പാടുന്ന ഇത്തിരി മുകളിലായിരുന്നു. ഓക്കെ, സോ അത് മാത്രമേ ഉള്ളൂ. ഐ തിങ്ക് അത് വോയിസ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് പുഷ് ചെയ്യണ കാരണം അതങ്ങോട്ട് മുകളിലേക്ക് പോവാണ്. സോ അത് മാത്രം നോക്കിയാൽ മതി. ബട്ട് അതർവൈസ് ഇറ്റ് വാസ് എ ഗുഡ് പെർഫോമൻസ്. ഓക്കെ കാർത്തിക, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു മാം. നാദർഷിക. മോളെ നന്നായിരുന്നു കേട്ടോ പാടിയത്. താങ്ക് യു. മോൾക്ക് എനിക്ക് തോന്നിയത് ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്യണ്ടായിരുന്നു പാടിക്കൊണ്ടിരുന്നപ്പോൾ. ഒരേ പിച്ചിൽ ഇങ്ങനെ കിടക്കുന്ന പാട്ടാണിത്. അങ്ങനെയുള്ള പാട്ടുകൾ പാടുമ്പോൾ നമുക്ക് ആദ്യം ഒരു 4 വരി പാടി നോക്കുമ്പോൾ, റിഹേഴ്സലിന് പാടി നോക്കുമ്പോൾ നമുക്കത് വളരെ എളുപ്പമായിരിക്കും. പക്ഷേ ഇത് കണ്ടിന്യൂസ് നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് കുറേ കഴിയുമ്പോൾ നമുക്ക് വോയിസിന് സ്ട്രെയിൻ വരും. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു അര നോട്ട് അല്ലെങ്കിൽ ഒരു നോട്ട് കുറച്ചിട്ട് പാടുക. കാരണം ആദ്യത്തെ 4 വരി പാടുമ്പോൾ നമ്മൾ ഓക്കെ എനിക്കിത് പാടാൻ പറ്റും, കാരണം വളരെ എളുപ്പമായിട്ട്. പക്ഷെ ഒറ്റ നോട്ടിൽ ഇങ്ങനെ നിൽക്കുകയല്ലേ, കുറേ ടൈം നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് അറിയാതെ വോയിസിൽ സ്റ്റേജിലൊക്കെയാണ് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഫക്റ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകൾ പാടുമ്പോൾ നമ്മൾക്ക് വളരെ ഇത്തിരി സ്ട്രെയിൻ ആദ്യം ഫീൽ ആകാതെ കുഴപ്പമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു അര നോട്ട് ഇറക്കിയിട്ട് പാടി കണ്ടിന്യൂസ്. അല്ലെങ്കിൽ ഈ പാട്ടിന് വേരിയേഷൻ വേണം. എന്തെങ്കിലുമൊക്കെ പാടി അനുപല്ലവിയിലൊക്കെ വരുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്യൂണോ അല്ലെങ്കിൽ ഇത് ഒറ്റ സ്ട്രെച്ചിൽ നിൽക്കുന്ന ഒരു പാട്ടിൽ അങ്ങനെ ഇനി പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ സ്ട്രെയിൻ അവസാനം വരുമ്പോഴേക്കും സ്ട്രെയിൻ നമുക്ക് തന്നെ മനസ്സിലാവും ഓഡിയൻസിന് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, നന്നായിരുന്നു. താങ്ക് യു അക്ക. കാർത്തിക, എല്ലാവരും നല്ല കമൻസാ പറഞ്ഞത്. ഈ പറഞ്ഞ മാതിരി വോയിസിലുള്ളൊരു സ്ട്രെയിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അത് നാടൻ പാട്ടെന്ന് പറയുമ്പം അത്ര സിമ്പിളൊന്നുമല്ല. കേൾക്കുമ്പോൾ കുറച്ച് സിമ്പിൾ ആണെങ്കിലും പാടുമ്പോൾ കുറച്ച് പ്രയാസമാണ്. അപ്പം നമുക്ക് മാർക്സ് ചോദിക്കാം എത്രയുണ്ടെന്നുള്ളത്. കുപ്പുസ്വാമി സാർ, ഔട്ട് ഓഫ് 30 இந்த பாட்டுக்கு 28 தரம். താങ്ക് യു സർ. മഗതി മാം 26 കാർത്തിക. താങ്ക് യു. നാദർഷിക 26. താങ്ക് യു സർ. താങ്ക് യു ജഡ്ജസ്. അപ്പോൾ കാർത്തിക ഔട്ട് ഓഫ് 90 80 മാർക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. കുറച്ച് കുറവാണ് നേരത്തെ റൗണ്ടിനെ അപേക്ഷിച്ച്. പക്ഷേ ഇനിയും റൗണ്ട്സ് വരുന്നുണ്ട്. അപ്പം നന്നായിട്ട് പെർഫോം ചെയ്യുക. അടുത്ത റൗണ്ട്സിന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇതുപോലെ തന്നെ ഗോർജസ് ആയിട്ട് വരിക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് കാർത്തിക. താങ്ക് യു. ഓക്കെ,
അപ്പോൾ കാർത്തികയുടെ വളരെ മനോഹരമായിട്ടുള്ള പെർഫോമൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് വരാൻ പോകുന്നത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന സെലിബ്രിറ്റി പെർഫോമൻസ് ആണ്. അപ്പൊ നമ്മൾ കാത്തിരിക്കുന്ന ഒരു പെർഫോമൻസിലേക്ക് വരികയാണ്. ആ സെലിബ്രിറ്റിയെ നമുക്ക് സ്വാഗതം ചെയ്യാം മിന്നാമിനിങ്ങിന്റെ ഈ വേദിയിലേക്ക്. കിഴക്കനാടുതിമല തെളിയട്ടെ, പടിഞ്ഞാറു പള്ളിപ്പീഠം തെളിയട്ടെ, തെക്ക് നമ്പിക്കോട് തെളിയട്ടെ. 7 നാഴിക വെളുപ്പുള്ളപ്പോൾ സൂര്യഭഗവാന്റെ എഴുന്നള്ളിപ്പ്. കാര്യാനപുറം കേറി കാര്യാന പൊടി തുടച്ച് സൂര്യഭഗവാന്റെ എഴുന്നള്ളിപ്പ്. മന്ദാരക്കാവിലെ വേലപുരം കാണാൻ എന്തട കുഞ്ഞാഞ്ഞേ നമുക്കും പോകണ്ടേ. മന്ദാരക്കാവിലെ വേലപുരം കാണാൻ എന്തട കുഞ്ഞാഞ്ഞേ നമുക്കും പോകണ്ടേ. മന്ദാരക്കാവിലെ വേലപുരം കാണാൻ എന്തട കുഞ്ഞാഞ്ഞേ നമുക്കും പോകണ്ടേ. മന്ദാരക്കാവിലെ ദേവിയെ ഞങ്ങളെ കാത്തോളേ. മന്ദാരക്കാവിലെ വേലപുരം കാണാൻ എന്തട കുഞ്ഞാഞ്ഞേ നമുക്ക് പോകണ്ടേ. കൊമ്പം കുരുത്തോല ആടി കളിക്കണുണ്ടേ, കാവിലമ്മ ദേവിയെ ഞങ്ങളെ കാത്തോളേ. മന്ദാരക്കാവിലെ വേലപുരം കാണാൻ എന്തട കുഞ്ഞാഞ്ഞേ ാണ് പോലൂ. കുമ്പളം നട്ടു മുടച്ചതു വെള്ളരി, മുതത് കായ്ച്ചതും പൂവെണ്ടയ്ക്ക. വെണ്ട പറിച്ചവൾ കൊട്ടയിലിട്ടപ്പോ കൊട്ട നിറയോളം കൊത്തച്ചക്ക. കൊത്തച്ചക്ക വെച്ച് തിന്നാനിരുന്നപ്പോ ഒരു വെള്ളം കേട് ചാമക്കഞ്ഞി. ചാമക്കഞ്ഞി കൂടി ചാമോദം പൂണ്ടപ്പോ ചങ്കിൽ തടഞ്ഞത് കോഴിക്കുഞ്ഞ്.